Okay, so in the previous session, നമ്മൾ ഒറിജിൻ ഓഫ് ഓർത്ത് പഠിച്ചു, ഒറിജിൻ ഓഫ് ലൈഫ് പഠിച്ചു. അവിടെ തന്നെ നമ്മൾ ചില തിയറീസും പഠിച്ചു ഫോർ ദ ഒറിജിൻ ഓഫ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. One was like the spore theory or the panspermia or cosmos theory, and second one was spontaneous generation, and the third one was the most accepted modern theory by ഹാൾഡേൻ ആൻഡ് ഒപ്പാരൻ. ഇവിടെ നമ്മൾ എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസിൻ്റെ ഒരു തിയറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് തിയറി ഈസ് നോൺ ആസ് ദ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ദിസ് വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ റിലീജിയസ് ലിറ്ററേച്ചേഴ്സ്, റിലീജിയസ് ബുക്സിലൊക്കെയുള്ള അങ്ങനത്തെ ഒരു വ്യൂവിനനുസരിച്ചിട്ടാണ്. ആൻഡ് ദിസ് തിയറി ഹാസ് ത്രീ കൊണോട്ടേഷൻസ്, ഒരു ത്രീ ഫാക്ട്സ് അല്ല ത്രീ ഐഡിയാസിൻ്റെ ബേസ്ഡാണ് ഈ തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് all living organisms, species or types that we see today were created as such. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും എങ്ങനെയാണ് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി അവരെങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹ്യൂമൻസ് ആയിക്കോട്ടെ, എലഫൻസ് ആയിക്കോട്ടെ, എന്തായാലും ഇപ്പം എങ്ങനെ കാണുന്നു അവരെ അങ്ങനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എവല്യൂഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ടു, that the diversity was always the same since creation and will be the same in future. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞതിൻ്റെ ഒരു വേറൊരു വേർഷൻ ആണെന്നേ ഉള്ളൂ. ഇപ്പം എല്ലാ ഓർഗാനിസത്തിനെയും ആദ്യമേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ ആണെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ത് തന്നെയായിരിക്കും? ഡൈവേഴ്സിറ്റി വാസ് ഓൾവേസ് ദ സെയിം സിൻസ് ദ ക്രിയേഷൻ ആൻഡ് വിൽ ബി ദ സെയിം ഇൻ ഫ്യൂച്ചർ, ബിക്കോസ് എവല്യൂഷൻ നടക്കുന്നില്ല, ചേഞ്ചസും നടക്കുന്നില്ല. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി കണ്ടിന്യൂഡ് ആസ് ഇറ്റ് ഈസ്. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് എർത്ത് ഈസ് അബൌട്ട് 4000 years ഓൾഡ്. അപ്പം എർത്ത് 4000 വർഷം പഴക്കമുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ ആ ടൈമിൽ തന്നെ 19th സെഞ്ച്വറിയിൽ തന്നെ നമ്മൾ ഇതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചലഞ്ച് ചെയ്തിട്ടില്ല? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എർത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് 4000 years അല്ല. നമുക്കറിയാം എർത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് കോമൺ പെർമിസബിൾ കൺക്ലൂഷൻ ഈസ് ദാറ്റ് എർത്ത് ഈസ് വെരി ഓൾഡ്, നോട്ട് 1000 of years as was thought earlier, but millions of years old. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്താണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത് റോങ് ആണ്. ബിക്കോസ് നമുക്കറിയാം ആസ് പെർ ദ സ്റ്റഡീസ്, ഡേറ്റിംഗ് സ്റ്റഡീസ്, കാർബൺ ഡേറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എർത്ത് വളരെ 4.5 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഡിസ്കാർഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫാക്ടറാണ്, ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. ഇനി ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻ നമ്മളറിയാം, ചാൾസ് ഡാർവിൻ, scientist, fully based on observation made during a sea voyage in a sail ship called HMS Beagle around the world. Charles Darwin concluded that. അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ കൺക്ലൂഷൻസ് ഉണ്ട്. ആ കൺക്ലൂഷൻസും ഇതിനെ എന്താ ചെയ്യുന്നത്? ഇതിനെ ഡിസ്കാർഡ് ചെയ്തു. ഇതിനാണ് സ്പെഷ്യൽ ക്രിയേഷൻ. അപ്പം എന്താണ് ഈ കൺക്ലൂഷൻസ് നോക്കാം. ദാറ്റ് എക്സിസ്റ്റിംഗ് ലിവിങ് ഫോംസ് ഷെയർ similarities to varying degrees, not only among themselves but also with life forms that existed millions of years ago. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലനിൽക്കുന്ന ജീവികൾ, ഇപ്പം നിലനിൽക്കുന്ന ലൈഫ് ഫോംസ്, അവർ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് മാത്രമല്ല, റൈറ്റ്, അവർ തമ്മിലുണ്ട് നോട്ട് ഓൺലി അമംഗ് ദംസെൽസ് ബട്ട് ഓൾസോ വിത്ത് ലൈഫ് ഫോംസ് ദാറ്റ് എക്സിസ്റ്റഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ അവർ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ജീവിച്ചിരുന്ന ആൾക്കാരുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മീനിങ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവികൾ അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നൗ മെനി സച്ച് ലൈഫ് ഫോംസ് ഡു നോട്ട് എക്സിസ്റ്റ് എനിമോർ. അതിൽ പലതും എന്താണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല. എന്താണ് ഈ പഴയ കാലത്ത് ഉണ്ടായിരുന്നത്? There had been extinctions of different life forms in the years gone by, just as new forms of life arose at different periods of history of Earth. അപ്പം എന്താ, there had been extinctions of different life forms in the years gone. അപ്പോൾ കുറേ സാധനങ്ങൾ എക്സ്റ്റെൻഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് സംബന്ധിച്ചു ഇൻ ദ ഇയേഴ്സ് ഗോൺ കുറേ ഇല്ലാതായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ജസ്റ്റ് ആസ് ന്യൂ ഫോംസ് ഓഫ് ലൈഫ് അറോസ് അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് എർത്ത്. പുതിയ ലൈഫ് ഫോംസ് ഉണ്ടായിട്ടുമുണ്ട്, കുറേ എണ്ണം ഇല്ലാതായി പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെ എന്താണ്, എല്ലാം ക്രിയേറ്റഡ് ആ സച്ചോ അല്ലെങ്കിൽ എല്ലാം ഡൈവേഴ്സിറ്റി വാ സെയിമോ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം റോങ് ആണ്. രണ്ട് കാര്യങ്ങൾ ജാസ്റ്റ് ഡാർവിന് മനസ്സിലായി.
പുള്ളിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്, എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഡൈവേഴ്സിറ്റി ഡിഫറെൻ്റ് ആണ്. കുറെ ആൾക്കാർക്ക് ഉണ്ടായതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പം ആ ഡൈവേഴ്സിറ്റി വേരി ചെയ്യുന്നുണ്ട്. ദർ ഹാസ് ബീൻ ഗ്രാജുവൽ എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്. അപ്പോൾ ഇതിൽ നിന്ന് പുള്ളി കണ്ടെത്തി, അല്ലെങ്കിൽ ചാൾസ് ഡാർവിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ദർ ഹാസ് ഗ്രാജുവൽ എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്. ചെറിയ ചെറിയ ചേഞ്ചസ് നടന്നിട്ടുണ്ട് ലൈഫ് ഫോംസിൽ. അപ്പം ബയോഡൈവേഴ്സിറ്റി സെയിം അല്ല, ദേ ആർ നോട്ട് ക്രിയേറ്റഡ് ആസ് സച്ച്, അല്ലേ? അതാണ് ഈ ഡാർവിൻ്റെ ഈ കൺക്ലൂഷൻ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് എർത്ത് ഭയങ്കരമായിട്ട് ഇവർ പറയുന്ന പോലെ 4000 ഇയേഴ്സ് എല്ലാം വളരെ ഓൾഡാണ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർന്നിട്ട് ഈ ഒരു തിയറിയെ ഡിസ്കാർഡ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഡാർവിൻ്റെ തിയറി, അല്ലെങ്കിൽ ഡാർവിൻ എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആ ഡാർവിൻ്റെ തിയറി നമ്മൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് ഡാർവിൻ അതിനെ എക്സ്പ്ലെയിൻ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് സർവൈവ് ചെയ്യും എന്നാണ് എൻ്റെ ഡയറക്റ്റ് മീനിങ്. ബട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സാക്ട്ലി എന്നുള്ളത്. ഓക്കെ, എനി പോപ്പുലേഷൻ has built-in variation in characteristics. Those characteristics which enable some to survive better in natural conditions, well, like natural conditions, climate, food, physical factors, etc., would outbreed others that are less endowed ability endowed അത്രയും എബിലിറ്റി ഇല്ലാത്തവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ would outbreed others that are less endowed to survive under such natural conditions. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 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 പോപ്പുലേഷൻ ഉണ്ടെന്ന് വെക്കുക. ഒരു പോപ്പുലേഷനിൽ അതിൽ ഓക്കെ ഒരു കുറേ തരത്തിലുള്ള മങ്കീസ് ഉണ്ട്, കുറേ തരത്തിലുള്ള മങ്കീസ് ഉണ്ട്. ഓക്കെ, അതിൽ ചില ആൾക്കാർ വേരിയൻസ് ആണ്, ചില ആൾക്കാർ എന്താണ് വേരിയൻസ് ആണ്, ചില വേരിയൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ക്ലൈമാറ്റിക് ചേഞ്ചസ് നടന്നു, അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ ഒരു ചേഞ്ച് വന്നു. ഈ കണ്ടീഷനിൽ ചേഞ്ച് വന്നപ്പം ഈ വേരിയൻസിന് എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വേരിയൻറ്റിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് സ്പെഷ്യൽ ക്യാരക്ടർ, സ്പെഷ്യൽ അഡ്വാൻറ്റേജ്, ഇവരെന്ത് ചെയ്തു? ഈ വേരിയൻസ് സർവൈവ് ചെയ്തു. അവർക്ക് കൂടുതൽ ഫുഡ് കിട്ടി, ഷെൽട്ടർ കിട്ടി, അവർ സർവൈവ് ചെയ്തു. ഓഫ് കോഴ്സ് അവർക്ക് കൂടുതൽ റിസോഴ്സസ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും. അവർ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ഇവരുടെ നമ്പേഴ്സ് സ്ലോലി ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കണ്ടീഷന് മുമ്പ് എൻവയോൺമെൻറ്റ് നോർമൽ ആയിരുന്നപ്പോൾ, സപ്പോസ് 10 നോർമൽ മങ്കീസ് ഉണ്ടായിരുന്നു, 10 വേരിയൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നോർമൽ മങ്കീസിന് ഈ സ്പെഷ്യൽ കണ്ടീഷനിൽ അങ്ങനെ ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരുടെ നമ്പർ എന്തായി? 2 കുറഞ്ഞു. എക്സ്റ്റെൻഡ് ആയാലും ബട്ട് 2 കുറഞ്ഞു. ബട്ട് ഓൺ ദ അതർ സൈഡ് ഈ വേരിയൻസിന് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ നമ്പർ ഒരു എന്താ പറയുക, നമുക്ക് ചുമ്മാ പറയാം, ഒരു 50 ആയിട്ട് കൂടി. അപ്പം നേച്ചർ ആരെയാണ് സെലക്ട് ചെയ്തത്? ഈ വേരിയൻസിനെയാണ് സെലക്ട് ചെയ്തത്. ആ ഒരു കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും കൂടി നോക്കാം. ഓക്കെ, സോ എനി പോപ്പുലേഷൻ, ഒന്നുകൂടെ നോക്കാം. എനി പോപ്പുലേഷൻ ഹാസ് ബിൽറ്റ് ഇൻ വേരിയേഷൻ ഇൻ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ എല്ലാ പോപ്പുലേഷനിലും വേരിയൻസ് ഉണ്ടാവും. ദോസ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് enable some to survive better in natural conditions would outbreed others that are less endowed to survive under such natural conditions. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുതിയ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ, പുതിയൊരു ചേഞ്ചിങ് കണ്ടീഷനിൽ ഈ വേരിയൻസിന് ബെറ്റർ ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അവർക്ക് ഔട്ട്ബ്രീഡ് ചെയ്യാനും പറ്റും, കൂടുതൽ നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നുള്ളത്. ഫിറ്റ്നസ് എന്ന് ഡാർവിൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അവരെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഫിറ്റ്നസ് എന്ന് ഉപയോഗിക്കുന്നത്. കാരണം ഓഫ് കോഴ്സ് ഈ വേരിയൻസിന് എന്താണ്? വേരിയൻസിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ വേരിയൻസിന് കൂടുതൽ റിസോഴ്സസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, റിസോഴ്സസ് അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് എന്താ പറയാം, കൂടുതൽ ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ കൂടുതൽ പ്രോജനീസിനെ ഉണ്ടാക്കാൻ പറ്റും, അവരുടെ നമ്പേഴ്സ് കൂടുതൽ. അപ്പോൾ സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഡാർവിൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ നമ്പേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് സി വാട്ട് ഈസ് ഗിവൻ ഹിയർ. Okay, another word used in fitness of the individual or population. The fitness, according to Darwin, refers ultimately and only to reproductive fitness. Hence, who are better fit in an environment leave more progeny than others. These, therefore, will survive more and hence are selected by the nature. And
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഹി കോൾഡ് ഇറ്റ് ആസ് വാട്ട്, ഹി കോൾഡ് ഇറ്റ് ആസ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഇംപ്ലൈഡ് ഇറ്റ് ആസ് എ മെക്കാനിസം ഓഫ് എവല്യൂഷൻ. അപ്പം എവല്യൂഷൻ സംഭവിച്ചു എന്ന് ഡാർവിന് മനസ്സിലായി. പക്ഷെ എങ്ങനെ സംഭവിച്ചു? ബിക്കോസ് ഓഫ് ദിസ് നാച്ചുറൽ സെലക്ഷൻ. അപ്പം എന്താണ് നാച്ചുറൽ സെലക്ഷൻ? ഒരു വേരിയൻസിനെ, ഒരു പോപ്പുലേഷനിലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറുള്ള വേരിയൻസിന് കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നു, കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. സോ ദാറ്റ് ഈസ് ബീൻ സെലക്ടഡ് ബൈ ദ നേച്ചർ. അതിനെ നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നു. വി കോൾ ഇറ്റ് ആസ് വാട്ട്, നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ. ഇനി ഇതിനുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്നത്, ഇതേപോലെ തന്നെ ഒരു ഇങ്ങനെയാണ് എവല്യൂഷൻ നടന്നതെന്ന് മനസ്സിലാക്കിയ വേറൊരാളുണ്ടായിരുന്നു. അയാളാണ് നമ്മുടെ മലയ് ആർക്കിപ്പെലാഗോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോഴത്തെ ഇന്തോനേഷ്യയിൽ റിസർച്ച് ചെയ്തിരുന്ന ആൽഫ്രഡ് റസൽ വാലസ്. ഈ ആൽഫ്രഡ് റസൽ വാലസിനും സിമിലർ കൺക്ലൂഷൻസ് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് പുള്ളിയുടെ വർക്കൊക്കെ ഡാർവിൻ അയച്ചു കൊടുത്തു. ഡാർവിൻ്റെ ബുക്ക് ഉണ്ട്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ആ ബുക്കിൽ ഈ ആൽഫ്രഡ് വാലസിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിവേ, സോ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അപ്പാരൻ്റ്ലി ന്യൂ ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ആർ റെക്കഗ്നൈസബിൾ. പുതിയ 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 കാലഘട്ടത്തിൽ പുതിയ പുതിയ ഓർഗാനിസംസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾ ദ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസ് ഷെയർ സിമിലാരിറ്റീസ് ആൻഡ് ഷെയർ കോമൺ ആൻസെസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമൽസിനും നമുക്ക് സിമിലാരിറ്റീസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മങ്കി ഹ്യൂമൻസ് എടുത്തു കഴിഞ്ഞാൽ സിമിലാരിറ്റീസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുന്നത്, മാമൽസ് ഫുൾ എടുത്തു കഴിഞ്ഞാൽ, ആംഫീബിയൻസ് ടു ഐ മീൻ കോഡേറ്റ്സ് ഫുൾ എടുത്തു കഴിഞ്ഞാൽ, ഐ മീൻ പൈസസ് ടു ഇവിടം വരെ നമ്മുടെ മാമൽസ് വരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ സിമിലാരിറ്റീസ് ആൻഡ് ഒരു കോമൺ ആൻസെസ്ട്രി ഓൾസോ യു ക്യാൻ സീ. ദാറ്റ് മീൻസ് ഓൾ ഓഫ് ദം ഇവോൾവ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൗ ദിസ് ആൻസെസ്റ്റേഴ്സ് വെയർ പ്രസൻറ്റഡ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് എർത്ത്. അത് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയും. ഒരു ഡിഫറെൻറ്റ് ടൈം പീരീഡ് ഉണ്ട്, ഒരു എന്താ പറയുന്ന ഒരു എവല്യൂഷൻ നടന്നിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ്സിൽ പല ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ആൻസെസ്റ്റേഴ്സിനെ കാണാൻ പറ്റുക. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ എവല്യൂഷൻ ആണ്. അതിനെ തന്നെ നമ്മൾ ഇപ്പോക്സ് ആയിട്ടും പീരീഡ്സ് ആയിട്ടും എറാസ് ആയിട്ടും ഒക്കെ എന്താ പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് നമ്മൾ എന്താ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നുമല്ല, നമ്മൾ ഈ ബേസ്ഡ് ഓൺ ദ ഫോസിൽ എവിഡൻസ് ഈ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എന്താ പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ദ ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് ക്ലോസ്ലി കോറിലേറ്റ്സ് വിത്ത് ദ ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ എർത്ത്. അപ്പോൾ ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒരു 4.5 ബില്യൺ ഇയേഴ്സ് മുതൽ ഇന്ന് വരെയുള്ളൊരു ജേർണിയാണ്. ആണ് ജിയോളജിക്കൽ ഹിസ്റ്ററി. ലൈഫിൻ്റെയും ഒരു ജേർണി എന്ന് പറയുന്നത് ക്ലോസ്ലി, ലൈഫിൻ്റെ ഒരു ജേർണി അല്ലെങ്കിൽ എവല്യൂഷൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നതും ഇതുമായിട്ട് വളരെ എന്താണ്, ഇതുമായിട്ട് വളരെ കോറിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 4.5 ബില്യൺ ഇയേഴ്സ് അഗോ എർത്ത് ഉണ്ടായി, ഒരു 4 ബില്യൺസ് ഇയേഴ്സ് അഗോ ലൈഫ് ഉണ്ടായി, അത് കഴിഞ്ഞ് 3 ബില്യൺസ് ഇയേഴ്സ് അഗോ ആണ് നമ്മുടെ നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഉണ്ടായി. ദെൻ 2 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് പ്രൊക്കാരിയോട്സ് അല്ലെങ്കിൽ സെല്ലുലാർ ഫോം ഉണ്ടായി. 1.5 ബില്യൺസ് ഇയേഴ്സ് അഗോ ആണ് നമ്മുടെ യുക്കാരിയോട്ട് ലൈഫ് ഉണ്ടായി. അപ്പം ഈ ഒരു എർത്തിൻ്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ ബയോളജിക്കൽ ഹിസ്റ്ററി ആയിട്ട് വളരെയായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് എവല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം നടന്നു. അപ്പോൾ ഈ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷനെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്തത് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനും പിന്നെ എർത്തിൻ്റെ ഈ ഒരു ഏജിൻ്റെ ഒരു ഇതുമാണ്, ഏജ് നമുക്ക് മനസ്സിലായതുമാണ്. എനിവേ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് എവല്യൂഷൻ ആണ്.